പക്ഷെ ഇത്ര ഭീകരമായിട്ട് അഴിമതിയുടെ ഒരു കൂമ്പാരോ ഒരു കൂനയാണെന്നുള്ളൊരു കാര്യം സാറ് പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു പേഴ്സണൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. സാറ് സൈക്കാട്രിക് ഡ്രഗ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? പക്ഷെ നമുക്കറിയാം സർക്കാർ നടത്തുന്ന ഒരു 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 കൾച്ചറൽ ഷോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഗായകർക്കുള്ള പൈസ കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആർക്കും ഒരു ഉത്തരവ് ഉണ്ടാവില്ല. അയാൾ ഇത്ര ഒരു പൈസ എഴുതി ഞാൻ കൊടുത്തു, ഇത്ര ഇത് ഇയാൾക്ക് 8 ലക്ഷം, മറ്റേയാൾക്ക് 10 ലക്ഷം, ഇതെങ്ങനെയാണ് തീരുമാനിച്ചത്? പോളിസി തലത്തിൽ ഇരുന്ന് തീരുമാനമെടുക്കേണ്ട മന്ത്രിമാരായാലും അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലുള്ള ആൾക്കാരും എക്സിക്യൂഷനകത്ത് ഇടപെടുകയും എക്സിക്യൂഷനിലിരിക്കേണ്ടവരാണ് പലരും ഇപ്പോൾ പോളിസി കാര്യങ്ങളെ പറ്റി ചെയ്യുന്നത്. ഒരു തലതിരിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. വാട്ടർ ടേബിൾ കൺസർവേഷന് വേണ്ടിയാണെന്ന് പറയുന്നതും ശരിയല്ല. കാരണം വാട്ടർ ടേബിൾ കൺസർവേഷന് വേണ്ടി നെൽകൃഷി അല്ല ചെയ്യേണ്ടത്, കുറെ കുളമാണ് ഒഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരളം എനിക്ക് തോന്നുന്നത് ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പണ്ട് കാലത്തെ സെക്രട്ടേറിയറ്റിനകത്തുള്ള നോട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയും സ്റ്റാൻഡേർഡ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ചിലർ മാത്രമാണ് ഇപ്പം ആ ഒരു ലെവലിലോട്ട് ഉയരുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഓൺലി 2 things ആർ പോസിബിൾ. ഒന്ന്, അവിടുത്തെ ആ തീരുമാനം എടുക്കേണ്ട അവിടുത്തെ സൂപ്രണ്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളും അവരെ എംപവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല. അതല്ലെങ്കിൽ ഈ മിനിസ്റ്റേഴ്സ് അതിനെ അനുവദിക്കുന്നില്ല, അവരുടെ ഡ്യൂട്ടീനകത്ത് ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രൊക്യൂർമെന്റ് ഒരു വിഷയമേ അല്ല. വികസനം എന്ന് പറഞ്ഞാൽ കുറെ വലിയ ഷോപ്പിംഗ് മോളല്ലല്ലോ. വലിയ ഷോപ്പിംഗ് മോളുകൾ പലയിടത്തും വരികയാണ്. അത് വികസനമല്ല, അത് ശരിക്കും ഒരു എയർ കണ്ടീഷൻഡ് ചന്തയാണ്. സാറേ, ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് വളരെ 1-2 വർഷം ബാക്കാണ് കുട്ടനാട്ടിലെ ഒരു കർഷകൻ നെല്ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അപ്പം ഈ ഒരു കൃഷി മാത്രമേ ലാഭകരമായിട്ടുള്ളൂ, അതോ കുട്ടനാട്ടിലെ അവസ്ഥ എന്താണ് ആക്ച്വലി കേരളത്തിലെ നെൽ കൃഷി രംഗത്തുള്ളത്? ഈ നെൽകൃഷിയുടെ ഭാഗം സത്യം പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന ഞാനും അശോക് സാറുമാണ്. അപ്പോൾ നെൽകൃഷിയുടെ സൈഡ് ഞാൻ അധികം ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയ അല്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ പരിമിതമായ ഒരു അറിവ് വെച്ചിട്ട് ഈ നെൽകൃഷിയും ഒരു മോണോക്രോപ്പാണ്. നമ്മളത് അംഗീകരിക്കാതെ വയ്യ. നെൽകൃഷി വളരെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു കൃഷിയാണ്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച നെല്ല് മാത്രം കഴിച്ചിട്ടാണെങ്കിൽ നമുക്കിവിടെ പട്ടിണി കിടക്കാനേ പറ്റുള്ളൂ. നെല്ല് ആയാലും ബേസിക്കലി അരി, ഗോതമ്പ്, ഇതൊക്കെ ഈവൻ പഞ്ചസാര, ഇതൊക്കെ ഒരു മാസ് ക്രോപ്പാണ്. നമ്മളെ പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ഈ രാജ്യം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സഫീഷ്യൻ്റ് ആണ്, ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആണ് ഇക്കാര്യത്തിൽ. എന്ന് മാത്രമല്ല, FCI ഗോഡൗണുകൾ നിറഞ്ഞ തുളുമ്പുകയാണ്, എക്സസ് ആണ്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അരിയും ഗോതമ്പും ഒക്കെ അധികമാവുന്നത് ഇപ്പം എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറുകയാണ്. കാരണം അത് പഴകി അത് വെറുതെ കളയാണ്. അതിൽ നല്ല എത്തനോളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് പെട്രോളിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ വേറെ പല കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ രാജ്യത്തും ഉള്ള ഇഷ്യൂ ആണ് കേട്ടോ. പണ്ട് ഒരു കാലത്ത് അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ വീറ്റ് എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച വീറ്റ് കടലിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ചൊക്കെ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് മറ്റേ PL 72 എന്ന് പറഞ്ഞ ഒരു ആക്ടിന്റെ കീഴിൽ പാവപ്പെട്ട രാജ്യത്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവര് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിലേക്ക് അതുപോലെ അത് പോയി കഴിഞ്ഞാൽ വില ഇടിയുമെന്നും പിന്നെ കർഷകന് വില കിട്ടാതാവും എന്നുള്ളത്. അപ്പം കർഷകനെയും പ്രൊട്ടക്ട് ചെയ്യണം, അതേസമയം ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്ന ഒരു ആംഗിൾ കൂടെ ഉണ്ട്. അപ്പോൾ വില ഒരു പരിധിക്കപ്പുറം ഉയരാനും പാടില്ല. ഇത് മാനേജ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫുഡ് സേഫ്റ്റിയുടെ ഒരു കാർഡിനൽ പ്രിൻസിപ്പിൾ. അപ്പം കർഷകന് ന്യായമായിട്ടുള്ള വില കിട്ടണം, ഇൻകം കിട്ടണം. അത് ഇന്ന ഒരു പർട്ടിക്കുലർ ക്രോപ്പിൽ നിന്ന് മാത്രമാവുമ്പോഴാണ് ഇതിനകത്ത് ചലഞ്ചസ് ഇത്രയും വരുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നൊരു വിളയാണ് ഈ നെൽകൃഷി. അപ്പോൾ അതുകൊണ്ടാണ് നെൽവയൽ സംരക്ഷണ നിയമം, അത് പലതും ഉണ്ട്. നമ്മളിതിന് പല ന്യായവും പറയും. നെൽവയൽ സംരക്ഷണ നിയമം വഴി നമ്മൾ ഇവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് മോണോക്രോപ്പാണ്. വാട്ടർ ടേബിൾ കൺസർവേഷന് വേണ്ടിയാണെന്ന് പറയുന്നതും ശരിയല്ല. കാരണം വാട്ടർ ടേബിൾ കൺസർവേഷന് വേണ്ടി നെൽകൃഷി അല്ല ചെയ്യേണ്ടത്, കുറെ കുളമാണ് ഒഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുളം കുഴിച്ചാൽ മതി. അല്ല, സീരിയസ്ലി കുളം കുഴിച്ചാൽ മതി. പണ്ടെണ്ണ കുളം എല്ലാം നികത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, വാട്ടർ ടേബിൾ കൺസർവേഷനും അല്ല, ഇത് രണ്ടും അല്ല. ഇത് ഇപ്പോൾ പലയിടത്തും കൃഷിയിടങ്ങൾ നെൽവയൽ കൃഷി ചെയ്യുന്നത്
യഥാർത്ഥത്തിലുള്ള പ്രകൃതിയിൽ ഉണ്ടായിരുന്നതിനെ കൺവേർട്ട് ചെയ്തിട്ട് അവിടെ വെള്ളം കെട്ടി നിർത്തിച്ച് അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ കുട്ടനാട്ടിൽ നാച്ചുറലി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇറ്റ് വാസ് ക്രിയേറ്റഡ്. പലതും ബണ്ട് കെട്ടിയും പല രീതിയിലൊക്കെ നാച്ചുറൽ ഫ്ലോയിന് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റൊമാൻറ്റിസൈസേഷനൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വയബിൾ അല്ലാത്ത കൃഷിയിൽ ആൾക്കാരെ പുഷ് ചെയ്യുന്നതിനോട് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ലോജിക്. ഇപ്പം നമ്മളെ ആവശ്യം മുഴുവൻ ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ നമ്മളൊരു കൊമേഴ്ഷ്യൽ തോട്ടിൽ എടുക്കുമ്പോൾ കമേഴ്ഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ തോട്ടിൽ എടുക്കുമ്പം കർഷകന് വയബിൾ ആണെങ്കിൽ ഫൈൻ. കർഷകന് ഇപ്പൊ അല്ല അങ്ങനെയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ കർഷകന്, അത്രേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പൊ കർഷകന് വയബിൾ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും കുറച്ചുകൂടെ നിഷായിട്ടുള്ള ഐറ്റംസിലേക്ക് തിരിയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആണ് സത്യത്തിൽ ചിന്തിക്കേണ്ടത്. കാരണം സാധാരണ നെൽകൃഷിയെക്കാട്ടിലും പല വെറൈറ്റി നെല്ലൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ ഹൈ വാല്യൂ എന്ന് പറയാവുന്ന. കേരളം നമ്മൾ എനിക്ക് തോന്നുന്നത് ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫ്രൂട്ട്സ് ആയാലും ശരി. അപ്പോൾ അതുകൊണ്ടാണ് എക്സോട്ടിക് ഫ്രൂട്ട്സും മറ്റിലേക്കൊക്കെ തിരിയണം എന്നുള്ളതും. നെല്ലാണെങ്കിൽ പോലും അത്തരത്തിലുള്ളതിലേക്ക് തിരിയണമെന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഐ നോട്ട് ആൻ എക്സ്പേർട്ട് ഓൺ ദാറ്റ്, സോ അത് ഞാൻ അത് പറയുന്ന വലിയ ആധികാരികമായിട്ടുള്ള അറിവൊന്നുമല്ല. സാർ കണ്ണൂരിൽ നിന്നിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് അല്ലെങ്കിൽ ആ റോഡിൻ്റെ വിത്ത് ഇതൊക്കെ സാറ് കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം എല്ലാവർക്കും. അപ്പം ഞാനൊന്ന് കുറേ വർഷത്തേക്ക് പുറകിലേക്ക് പോവാണ്. ഞാൻ വരുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. 1762 മുതൽ 1780 വരെ സമയത്താണ് ഈ ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു തുറമുഖം ഉണ്ടാക്കിയെടുത്തത്. അതായത് മമ്മട്ടിയും കൈവണ്ടിയും കാളയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ്. 18 വർഷം കൊണ്ട് അത്രയും വലിയൊരു തുറമുഖ നഗരം ഉണ്ടാക്കിയെടുത്തത്. രാജാ കേശവദാസിന്റെ സമയത്ത്, ധർമ്മരാജാവ് ട്രാവൻകൂർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സാധനമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇനി നമുക്ക് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, അതായത് ഇന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അത് 1950 കല്ലിട്ട് 51 പണി തീർത്ത് ഫസ്റ്റ് ബാച്ച് അനൗൺസ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇവിടെ വന്നു. ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇവിടെ വന്നു. അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പളായിട്ട് WHO ഡയറക്ടറായിരുന്ന ആക്സൽ ജെ ഹോജറും വന്നു. ഒരു വർഷം കൊണ്ട് ഇതെല്ലാം തീർത്തു, ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ കോന്നി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോന്നി 2013 കല്ലിടുന്നു. 2024 ഏകദേശം തീർന്നു. പക്ഷേ അനാറ്റമി ലാബില്ല, കോളേജ് പ്രൊഫസറില്ല, സ്റ്റുഡൻസ് എല്ലാം കഷ്ടപ്പെടലാണ്. ഇടുക്കി വന്നത് 2014 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. 2022 തീർത്തിട്ട് ഇപ്പോഴും തുടങ്ങിക്കൊണ്ടേയിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ. കാസർഗോഡ് ഇത് തന്നെ 2013, 2026 ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വയനാട്ടിലാണെങ്കിൽ 2015 സ്റ്റാർട്ട് ചെയ്തു, 2023 തീർന്നു, ഇപ്പോഴും തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഇതിലൊന്നും അനാറ്റമി ലാബ് ഒരു സാധനങ്ങളില്ല. അപ്പം നമ്മൾ നോക്കുമ്പം ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 18 കൊല്ലം കൊണ്ട് ഒരു വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ വയനാട് ടൗൺഷിപ്പ് പ്ലാനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്ത്. എന്താണ് ഇത് പ്രശ്നം? കാരണം ടെക്നോളജി വളരുന്നതനുസരിച്ചിട്ട് അന്ന് ഒരു വർഷം കൊണ്ട് തീർച്ച സാധനം ഇന്ന് 4 മാസം കൊണ്ട് തീരേണ്ടതാണല്ലോ. ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സാഡ് റിയാലിറ്റി. അതുപോലെ ഫണ്ട് അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും കുറഞ്ഞു വരികയാണ്. പ്രൊഫഷണലിസം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് ഇത്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് പ്രൊക്യൂർമെൻറ്റ് നന്നായിരിക്കണം. പ്രൊക്യൂർമെൻറ്റ് റൂൾസും അതിൻ്റെ പ്രൊസീജിയറും കറക്റ്റായിട്ട് അറിയണം. എങ്ങനെയാണ് ടെൻഡർ ചെയ്യാൻ ഒരു പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ വേണം, പിന്നെ എക്സിക്യൂഷൻ പ്ലാൻ വേണം. ഇതൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുവെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൻ്റെ തകർച്ചയും കൂടെ ഞാൻ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ പണ്ട് കാലത്തെ സെക്രട്ടേറിയറ്റിനകത്തുള്ള നോട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെയും സ്റ്റാൻഡേർഡ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ചിലർ മാത്രമാണ് ഇപ്പം ആ ഒരു ലെവലിലോട്ട് ഉയരുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, എല്ലാവരും വേറെ ലെവലിലായിരുന്നു. പഴയ കാലത്തെ ഈ എന്താ പറയുക, സെക്ഷൻ ഓഫീസർ തൊട്ട് എഴുതുന്ന നോട്ടുകളൊക്കെ കണ്ടാൽ നമ്മൾ ഗംഭീരെന്നേ പറയാൻ പറ്റുള്ളൂ. അക്കാലത്തുള്ള പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ് ആയാലും ഇവരുടെയൊക്കെ ആ ഒരു ഡെഡിക്കേഷനും അവരുടെ ഒരു പ്ലാനിങ്ങും മറ്റുമൊക്കെ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കണം. നമ്മൾ പഴയ ഫയൽസ് എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 1-2 വർഷങ്ങൾ കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ എങ്ങനെ അത് മോണിറ്റർ ചെയ്ത് ഫിനിഷ് ചെയ്തു നമ്മൾ കാണുന്നുണ്ട്. അന്ന് ഉദ്യോഗസ്ഥർ ഏൽപ്പിച്ച പണി ഉദ്യോഗസ്ഥർ ചെയ്യുകയും പോളിസി തലത്തിലുള്ള കാര്യങ്ങൾ പോളിസി തലത്തിലും ചെയ്യുമായിരുന്നു. അതായത്
മെഡിക്കൽ കോളേജ് വേണം എന്നുള്ളൊരു തീരുമാനവും അതിന് ഫണ്ട് അലൊക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒക്കെ പോളിസി തലത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷനാണ് ചെയ്യുക. അവർ അപ്പുറത്തോ ഇപ്പുറത്തോ ഇടപെടേണ്ട കേസ് വരുന്നില്ല. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എന്താ നടക്കുന്നത് വെച്ചാൽ പോളിസി തലത്തിൽ ഇരുന്ന് തീരുമാനമെടുക്കേണ്ട മന്ത്രിമാരായാലും അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലുള്ള ആൾക്കാരും എക്സിക്യൂഷനകത്ത് ഇടപെടുകയും എക്സിക്യൂഷനിലിരിക്കേണ്ടവരാണ് പലരും ഇപ്പോൾ പോളിസി കാര്യങ്ങളെ പറ്റി ചെയ്യുന്നത്. ഒരു തലതിരിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ നോക്കൂ, ഒരു സാധാരണ ഓഫീസിനകത്തുള്ള ട്രാൻസ്ഫറും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതൊക്കെ ഇതൊന്നും പോളിസി അല്ല. പക്ഷെ ഇതിലാണ് ഇന്നത്തെ കാലത്ത് മന്ത്രിതലത്തിലുള്ള ഏറ്റവും കൂടുതൽ സമയവും ഇൻട്രസ്റ്റും ഒക്കെ ഇത്തരം കാര്യങ്ങളിലാണ്. ആരെ എവിടെ തട്ടണം, എവിടെ ഇതൊന്നും അല്ലായിരുന്നു പണ്ട്. വളരെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ആ പണ്ടത്തെ നമ്മളിവരൊക്കെ വായിച്ചു നോക്കുമ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ വർ ആക്ച്വലി കൺസേൺഡ് അബൌട്ട് പോളിസി. വലിയ കാര്യങ്ങളെ പറ്റിയായിരുന്നു അവർക്ക് വലിപ്പമുണ്ടായിരുന്നു, ചിന്തകളിൽ വലിപ്പമുണ്ടായിരുന്നു. അവർ ഈ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികളെ അല്ലായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി വ്യക്തികളെക്കുറിച്ചും ഇതൊക്കെയാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പം എക്സിക്യൂഷൻ തലത്തിൽ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു ഇടിഞ്ഞു പോയ കേസും ഇതൊക്കെ നടന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്ത ഞാൻ വായിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ അത് പുതിയ ബ്ലോക്കിലോട്ട് മാറ്റാൻ വേണ്ടിയുള്ള മീറ്റിംഗ് നടത്തി, അപ്പോൾ ആര് മീറ്റിംഗ് നടത്തി നോക്കുമ്പോഴുണ്ട് അവിടുത്തെ 2 മന്ത്രിമാർ മീറ്റിംഗ് നടത്തി എന്നൊക്കെ. അപ്പോൾ ഞാൻ പോളിസി തലത്തിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിമാർ ഒരു മെഡിക്കൽ കോളേജ്, ആ വകുപ്പിനകത്തെ കാര്യം പോലുമല്ല, ആ വകുപ്പിനകത്തുള്ള എത്രയോ മെഡിക്കൽ കോളേജുകളിലെ ഒരു മെഡിക്കൽ കോളേജിനകത്തുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് സാധനങ്ങൾ മാറ്റാൻ വേണ്ടി മന്ത്രി തലത്തിൽ ഒരു മീറ്റിംഗ് എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഓൺലി 2 things ആർ പോസിബിൾ. ഒന്ന്, അവിടുത്തെ ആ തീരുമാനം എടുക്കേണ്ട അവിടുത്തെ സൂപ്രണ്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളും അവരെ എംപവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല. അതല്ലെങ്കിൽ ഈ മിനിസ്റ്റേഴ്സ് അതിനെ അനുവദിക്കുന്നില്ല, അവരുടെ ഡ്യൂട്ടീനകത്ത് ഇടപെടുന്നു എന്നാണ് മനസ്സിലായി. അതും സംഭവിക്കാം, കാരണം പലർക്കും ഈ ക്രെഡിറ്റ് എടുക്കാനാണ് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ത്വരയാണ്. എല്ലായിടത്തും എൻ്റെ തല എൻ്റെ മുഖം, എൻ്റെ തല എൻ്റെ മുഖം, ആ ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നു പോകേണ്ട കാര്യങ്ങൾ പോലും അവിടെ ചെന്ന് ഇടങ്കോലിട്ടിട്ട്, അപ്പം ഇനി അവരുടെ പ്രസൻസിൽ അല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ അറിയിക്കാതെ ചെയ്യാൻ പാടില്ല. അതുപോലും വളരെ ബാലിശമായിട്ടുള്ള പലതും നമ്മളിപ്പോൾ കണ്ടു. ഉദ്ഘാടനം, മറ്റേത് എല്ലാം ഈവൻറ്റ്സാണ്, ഈവൻറ്റ് ബേസ്ഡ് പരിപാടികളാണ്. ഇതൊന്നും അല്ലായിരുന്നു പണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരുന്നില്ലേ. അപ്പോൾ റിസൾട്ടിന് പകരം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയൊരു സാധനം ലൈക്ക് ഒരു പ്രോജക്റ്റിൻ്റെ കല്ലിടുന്ന ഉദ്ഘാടനം, അത് കഴിഞ്ഞ് പാറ പൊട്ടിക്കുന്ന ഉദ്ഘാടനം, പാറ ചുമക്കുന്നതിൻ്റെ ഉദ്ഘാടനം, അവസാനം സിമെൻറ്റ് തേക്കുന്നതിൻ്റെ ഉദ്ഘാടനം, അവസാനം അത് കഴിഞ്ഞ് ഇതിൻ്റെ അനാച്ഛാദനം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം. ലിമിറ്റ് ടു ഓൾ ദിസ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പൊളിഞ്ഞു വീഴുന്നതിൻ്റെ ഉദ്ഘാടനം, അന്നേരം ആരും ഉത്തരവാദിത്തം എടുക്കാതെ ഓടുന്നതിൻ്റെ ഉദ്ഘാടനം. ഇത് ഞാൻ പറയുന്നത് വാട്ട് ആർ വി ട്രൈങ് ടു ഡു? നമ്മളൊരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ ആ പ്രൊഫഷണലിസം നഷ്ടപ്പെടുത്തുക എന്ന് മാത്രമല്ല, നമ്മൾ പരിഹാസ്യമാവുകയാണ്. നമ്മുടെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറഞ്ഞ് ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ മര്യാദയ്ക്കൊരു ടെൻഡർ ചെയ്യാൻ അറിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ടെൻഡർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ടെൻഡർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരു 2 കവർ സിസ്റ്റം എന്താണെന്ന് അറിയില്ല, QCBC എന്താണെന്ന് അറിയില്ല, RFQ എന്താണ്, ഇത് യാതൊരു ധാരണയില്ല. അപ്പോൾ അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ ഏൽപ്പിക്കുക. ഒരു ഫിനാൻസിൻ്റെ ഒരു ജിയോ ലിസ്റ്റിനകത്ത് വെച്ചിട്ടുള്ള കുറേ ഏജൻസികളുണ്ട്, സർക്കാർ ഏജൻസികളുണ്ട്, സർക്കാർ ഇതര ഏജൻസികളുണ്ട്, ഈ സഹകരണ വകുപ്പിലുള്ള ഇതൊക്കെയുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഈ മര്യാദയ്ക്ക് പ്രൊക്യൂർ ചെയ്ത് ടെൻഡർ ചെയ്തിട്ട് ടെൻഡർ കണ്ടീഷൻസ് വെച്ച് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് പെനാൽറ്റി അടിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടെൻഡർ ചെയ്യാൻ അറിയാവുന്നതാകെ PWDയിലുള്ള എഞ്ചിനീയേഴ്സിന് മാത്രമാണ്, കുറച്ച് പേർക്കും, പിന്നെ എനിക്ക് തോന്നുന്നു വാട്ടർ അതോറിറ്റി അവിടെ ഉള്ളവർക്ക് മാത്രമാണ്, ഈ എഞ്ചിനീയറിംഗ് വിങ്ങിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പം ടെൻഡറിംഗ് എന്നുള്ള സംഭവമേ മറന്നുപോയി. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ ഇങ്ങനെയല്ല. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ പോവുകയും അവിടുത്തെ ഇൻട്രാക്ഷനൊക്കെ വരുന്നില്ല. അവിടെയൊക്കെ എല്ലാവരും പ്രൊക്യൂർമെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നതാണ്, അതൊരു വിഷയമാണ്. പ്രൊക്യൂർമെൻറ്റ് മനസ്സിലാവാത്തത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, കേരളത്തിലുള്ളൊരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഗുണമെന്നോ ദോഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ നമ്മുടെ സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ സ്റ്റോർ പർച്ചേസ് മാനുവൽ ഭയങ്കര കൂലങ്കഷമായിട്ട് പഠനമൊക്കെ നടത്തിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് വെപ്പ്.
ഇപ്പം ഇത് ഞാനെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് സർവീസസ് പ്രൊക്യൂർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടേയില്ല. അതായത് വസ്തുക്കളും ഇതുമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. യു ക്യാൻ ബൈ തിങ്സ്, ഈ ടെൻഡർ അതൊക്കെ അതിനകത്ത് കവർ ചെയ്തു. പക്ഷേ സർവീസ് പ്രൊക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാം സർവീസായിട്ടാണ്. ഇന്നിപ്പോൾ സോഫ്റ്റ്വെയർ സത്യത്തിൽ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. സാസ് മോഡലാണ്. ഇപ്പം സോഫ്റ്റ്വെയർ പോലും സർവീസായിട്ടാണ് വാങ്ങുക. എന്തും ഇപ്പോൾ സർവീസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിംഗ് പോലും നമ്മൾ സർവീസാക്കി മാറ്റി. എനിത്തിങ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സർവീസ്. അപ്പോൾ സർവീസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് പോലും പുതുക്കി ചെയ്ത സ്റ്റോർ പർച്ചേസ് മാനുവലിൽ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടില്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 2 വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ മനിലയിലും അവിടെയൊക്കെ പോയി ഞങ്ങളൊക്കെ ഇത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയി വന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധാരണ ഈ പ്രൊക്യൂർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും RBI എന്നൊക്കെയുള്ള ആൾക്കാർ, നബാർഡ് എന്നുള്ള ഇവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രൊക്യൂർമെൻറ്റ് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രൊക്യൂർമെൻറ്റ് ഒരു വിഷയമേ അല്ല. അതെങ്ങനെയായിപ്പോയി എന്നുള്ളതാണ്. ഈ ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ഏജൻസി ഏൽപ്പിക്കുക, അവൻ എന്തെങ്കിലും ചെയ്യുന്നത്. ഇപ്പോൾ അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല ഇതൊരു പണി എളുപ്പമാക്കാനും കൂടെയാണ്. അവർ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പ്രൊക്യൂർമെൻറ്റ് നടത്തണ്ടേ? എനിക്ക് തലവേദനയില്ലല്ലോ, എനിക്ക് ടെൻഡറില്ല, ഒന്നുമില്ല. ഞാനൊരു അക്രഡിറ്റഡ് ഏജൻസി ഏൽപ്പിക്കുന്നു. അക്രഡിറ്റഡ് ആണല്ലോ, ആ ലിസ്റ്റിൽ ഓൾറെഡി ഫിനാൻസിൻ്റെ ജിയോയിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കഴുകുകയാണ്. അതിലാരാ ഉള്ളത്? കുറേ സഹകരണ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ പിന്നെ പൊതുമേഖല കുറേ സ്ഥാപനങ്ങൾ. ഇതിലും പകുതി മുക്കാലും വെറും ഷെല്ലാണ്. ഷെല്ലെന്ന് പറയുക, ഇവർ സബ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സബ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്കാണ്. എന്നിട്ട് ഈ ഇടനിൽക്കുന്ന ഈ ഏജൻസി, അക്രഡിറ്റഡ് ഏജൻസി യാതൊരു ഉത്തരവാദിത്വം എടുക്കാതെ നടക്കുക. അപ്പം SC/ST വകുപ്പിൽ പല കൺസ്ട്രക്ഷൻസും റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ മീറ്റിംഗ് എടുത്ത സമയത്ത് ഈ അക്രഡിറ്റഡ് ഏജൻസിയുടെ ആളും കാണില്ല, അല്ലെങ്കിൽ ആ സബ് കൊടുത്ത കോൺട്രാക്ടറും കാണില്ല. നമ്മൾ ആരെ പിടിക്കും? റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സബ് കൊടുത്തവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവൻ പറയും നിങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ഇതില്ലല്ലോ, നേരിട്ട് കോൺട്രാക്റ്റോ എഗ്രിമെൻറ്റോ ഒന്നുമില്ല. അക്രഡിറ്റഡ് ഏജൻസിയെ പിടിക്കാൻ നോക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ പാവം സർക്കാർ കമ്പനി, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. അവിടെയാണ് പിന്നെ ഇതുപോലെ ഊരാലുങ്കൽ പോലുള്ള അവരും അക്രഡിറ്റഡ് ഏജൻസിയാണ്. അത് വേറെയും വിവാദങ്ങൾ വേറെ വശത്ത്. എല്ലാവർക്കും എന്തിനു കൊടുക്കുന്നു എന്നുള്ള വേറെ ചോദ്യം. അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നു, അവരെ ഒരു പരിധിക്കപ്പുറം വലിയ പ്രോജക്റ്റുകൾ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നു, അത് വേറൊരു വിവാദം. ബട്ട് വൈ ഷുഡ് യു ഡു ഓൾ ദിസ്? നിങ്ങൾക്ക് മാന്യമായിട്ട് ടെൻഡർ ചെയ്യാൻ അറിയില്ലേ? ഒരു ടെൻഡർ നടപടി എന്ന് പറഞ്ഞാൽ വെറും 1 മാസം എടുക്കുന്ന കാര്യമാണ്. ഇത് അത്ര തല പോകുന്ന വിഷയമൊന്നും അല്ലല്ലോ. പക്ഷേ ഇതിലുള്ള കോമ്പിറ്റൻസ്, പ്രൊക്യൂർമെൻറ്റിലുള്ള കോമ്പിറ്റൻസ് നശിക്കും തോറും നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ലാതെ പോകും. കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അതാണ്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് വരുമ്പോഴും എല്ലാം പല പ്രോജക്ട്സും പല സ്കീമും ഒക്കെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഗഡു പോലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് അടുത്ത ഗഡു വാങ്ങാൻ പറ്റുന്നില്ല. കാരണം ആദ്യത്തെ ഗഡു മേടിച്ചിട്ട് നമ്മൾ ചുമ്മാ ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ അറിയില്ല. വർക്ക് പ്രൊക്യൂർ ചെയ്യാൻ അറിയണ്ടേ, സർവീസ് പ്രൊക്യൂർ ചെയ്യാൻ അറിയണ്ടേ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഷുഡ് നോ പ്രൊക്യൂർമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ 70കളിലൊക്കെ പ്രൊക്യൂർമെൻറ്റ് മര്യാദയ്ക്ക് അറിയാവുന്ന നല്ല ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരെ പ്രൊക്യൂർ ചെയ്യാൻ മര്യാദയ്ക്ക് അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് നേരിട്ടൊരു ടെൻഡറിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ഒരു ആംഗിളുണ്ട്. ടെൻഡറിലൂടെ പോകുന്നതിന് പകരം ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ഏജൻസിക്ക് ചുമ്മാ നോമിനേഷൻ ബേസിസിൽ കൊടുക്കുന്നതാണ് ഉദ്യോഗസ്ഥരും ഇഷ്ടപ്പെടുന്നത്, ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വവും പല രീതിയിലും ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ അക്രഡിറ്റഡ് ഏജൻസിക്കകത്ത് ആരും കയറി പിന്നെ പരിശോധിക്കുന്നില്ല ആർക്കാണ് കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്. സാർ, ഈ ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മാവനും മച്ചാനും മച്ചമ്പിയൊക്കെ ആയിരിക്കും എന്നാവണമെന്നില്ല. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പം സിഡ്കോ, മറിച്ച് അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പം ഇവര് എംപാനൽ ചെയ്തിട്ടോ ഇവരുടെ ബാക്ക് എൻഡിൽ ഏതെങ്കിലും കുറേ സ്വകാര്യ, അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഫൈനലി ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ എ കോൺട്രാക്ടർ.
ഒരു സ്വകാര്യ കോൺട്രാക്ടർ വഴി അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വികസനം എന്ന് പറയുന്ന ഈ സംഭവം ഈ ലോകത്ത് എവിടെയാണെങ്കിലും സർക്കാർ ഒരു പൈസ ഇറക്കി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കല്ല് വെക്കുന്നത് ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടർ ഇല്ലാത്തൊരു ലോകം ഇല്ല. കോൺട്രാക്ടർ ഉണ്ടാവും ആറ് കൂടെ പോയാലും എങ്ങനെ പോയാലും. അപ്പോൾ അത് സുതാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് നേരിട്ട് കൺട്രോളുള്ള ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തെങ്കിലേ അവനെ വിളിച്ച് ചീത്ത പറയാനെങ്കിലും പറ്റുള്ളൂ, അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കാൻ പറ്റുള്ളൂ, ഉത്തരവാദിത്തം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അവനെ മറഞ്ഞു നിൽക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ പല ഏജൻസികളും ഈ നോമിനേഷൻ ബേസിസിൽ ജോലി അല്ലെങ്കിൽ വർക്ക് എടുത്തു കൊണ്ടുപോകുന്ന അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറയുന്ന ഈ ടീംസ് പലരും, എല്ലാമല്ല, കുറച്ച് പേരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ പലരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനും കൂടെ ഉള്ളൊരു ഒരു വഴിയാണ് ഈ കോൺട്രാക്ടർമാർ ബാക്ക് എൻഡിൽ ഒളിച്ചിരിക്കുകയല്ലേ. അവർ തമ്മിലുള്ള പ്രശ്നം, ഇപ്പോൾ കോൺട്രാക്ടർക്ക് ഈ അക്രഡിറ്റഡ് ഏജൻസി പൈസ കൊടുത്തില്ലെങ്കിലും നമ്മുടെ വർക്കാണ് മുടങ്ങുന്നത്. അവരുടെ പിടിപ്പുകേട്, അവരുടെ മേൽനോട്ടത്തിൻ്റെ കുറവ്, ഇതെല്ലാം നമ്മളെ ബാധിക്കും. സോ ദിസ് ഈസ് എ മേജർ ഇഷ്യൂ. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നുമല്ല. PWD ആയാലും ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഏജൻസി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, അവരത് ചെയ്യുമായിരുന്നു. ഇപ്പം ആ ഒരു കഴിവ് കുറഞ്ഞു വരും തോറും പലവിധ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് നമ്മൾ പണി കൊടുക്കാൻ തുടങ്ങി. സാർ, ഇതുവഴിയിട്ട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയും, സമയം, പണം ഇത് ഒരുപാട് ലൂട്ടായി പോവുകയല്ലേ, ലൂസായി പോവുകയല്ലേ ചെയ്യുന്നത്. എല്ലാം പോവാണ്. ആകെ ഇതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഒരു അക്രഡിറ്റഡ് ഏജൻസിക്ക് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ആകെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രാൻഷൻ, ആദ്യത്തെ തുകയുണ്ടല്ലോ, അത് പെട്ടെന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റും. അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് മേടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഫണ്ടിങ് ഏജൻസി ആരാണെന്ന് വെച്ചാൽ അവരെ തൃപ്തിപ്പെടുത്താം. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസിൽ നമുക്ക് തൃപ്തിപ്പെടുത്താം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമുക്കൊരു ഫണ്ട് വന്നു എന്ന് വിചാരിച്ചോ, ഒരു 100 കോടി തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 500 കോടി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ഗഡു 100 തന്നു. ഈ 100 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 100 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പണിയൊന്നും നടക്കില്ല. കടലാസിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യും? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വരും. ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ അയച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ഗഡുവിന് വേണ്ടി ഇരിക്കും. പക്ഷേ ഈ ഫിസിക്കൽ വെരിഫിക്കേഷനൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് വെക്കുക, അതുപോലെ ഇതിൻ്റെ വർക്ക് പ്രോഗ്രസിൻ്റെ ഫോട്ടോ അയക്കുക, ഇടയ്ക്ക് ഇൻസ്പെക്ഷൻ വരിക, ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ ഈ കടലാസിൽ മാത്രം കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇനി നടക്കില്ല. കടലാസിൽ മാത്രം മതിയോ നമുക്ക് കെട്ടിടങ്ങൾ? കടലാസിൽ മാത്രമല്ല, കെട്ടിടങ്ങൾ മാത്രമല്ല, എപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരു ഹരമാണ് നമുക്ക്. ബിൽഡിങ്ങോട് ബിൽഡിങ്ങാണ്. ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ആശുപത്രിയുടെ ബിൽഡിംഗ് പണിതു, അല്ലെങ്കിൽ ചിലർക്ക് ആശുപത്രിയുടെ ഗേറ്റ് പണിയുന്നതാണ് അതിലും രസം. യു ആർ ആക്ച്വലി വേസ്റ്റിംഗ് ഫണ്ട്സ്, സ്കേഴ്സ് ഫണ്ട്സാണ്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊക്യൂർമെൻറ്റിലോട്ട് പോകാൻ. ഈ പ്രൊക്യൂർമെൻറ്റ് എളുപ്പം കൺസ്ട്രക്ഷൻ്റെതായതുകൊണ്ട് ആ ഫണ്ട് നേരെ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് അങ്ങ് വിടുകയാണ്, വേണ്ടുന്നതിലേക്കല്ല തിരിക്കുന്നത്. ബട്ട് യു ഷുഡ് നോ പ്രൊക്യൂർമെൻറ്റ് എന്ന വാക്ക് പോലും നമ്മുടെ ഇവിടെ പല ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ പല ഈ എന്താ പറയുക സ്റ്റോർ പർച്ചേസ് മാനുവലിനും ഇതിനകത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പോലും പ്രൊക്യൂർമെൻറ്റിൻ്റെ ആ ഒരു ശരിക്കുള്ള അർത്ഥം, പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ഒരു ടെൻഡറിങ്, അതൊന്നുമല്ല. ഇറ്റ്സ് എ വൈഡ് തിങ്. നമുക്ക് എന്തും പ്രൊക്യൂർ ചെയ്യാം എന്നാണ് യഥാർത്ഥത്തിൽ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നവർ പറയുക. എന്തും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഒരു പാട്ട് വേണമെങ്കിലും പ്രൊക്യൂർ ചെയ്യാം, ഒരു കവിത പ്രൊക്യൂർ ചെയ്യാം, ഒരു നൃത്തം പ്രൊക്യൂർ ചെയ്യാം, എന്തും ചെയ്യാം, ഒരു സംഗീത പരിപാടി പ്രൊക്യൂർ ചെയ്യാം. ഇതിനെല്ലാം നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം, സർക്കാർ നടത്തുന്ന ഒരു ഒരു കൾച്ചറൽ ഷോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഗായകർക്കുള്ള പൈസ കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആർക്കും ഒരു ഉത്തരവുണ്ടാവില്ല. അയാൾ ഇത്ര ഒരു പൈസ എഴുതി, ഞാൻ കൊടുത്തു, ഇത്ര, ഇത് ഇയാൾക്ക് 8 ലക്ഷം, മറ്റേയാൾക്ക് 10 ലക്ഷം, ഇതെങ്ങനെയാണ് തീരുമാനിച്ചത്? പ്രൊക്യൂർമെൻറ്റിനൊരു മെത്തേഡുണ്ട്. അല്ലാതെ തോന്നിയത് എടുത്ത് കൊടുത്തിട്ട് ഇതിന് എനിക്കറിയില്ല, എനിക്കിതിന് മാർഗ്ഗമില്ല എന്ന് പറയല്ല. ദർ ഇസ് എ മെത്തേഡ് ഫോർ പ്രൊക്യൂർമെൻറ്റ്. ആ പ്രൊക്യൂർമെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ അറിയണം, നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രൊസീജിയർ ഉണ്ടാക്കാൻ അറിയണം. അല്ലാതെ തോന്നിയ പോലെ പൈസ എടുത്തിട്ട് ആർക്കും കൂടെ അങ്ങനെ പറയുകയാണെങ്കിൽ അവനവൻ്റെ ഇഷ്ടമാണല്ലോ. പ്രൊക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന അയാൾക്ക് എന്ത് വിലയും ആർക്കും കൊടുക്കാം. യേശുദാസിന് കൊടുക്കുന്ന അതേ വില ചിലപ്പോൾ എനിക്കും തരാം, അല്ലെങ്കിൽ യേശുദാസിനെക്കാട്ടിലും എനിക്ക് തരാം. പക്ഷെ അത് ഫെയർ ആണോ?
അല്ല. അപ്പോൾ ദർ ഷുഡ് ബി എ സിസ്റ്റം ബൈ വിച്ച് യു അസസ് ദ വാല്യൂ. അത് നമ്മളെങ്ങനെ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഇൻബിൽട്ട് ആക്കും എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വെർ വി ആർ ഫെയിലിംഗ്. സത്യത്തിൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള സർവീസസോ വോട്ടെവർ ഇതിൻ്റെ ഒന്നും പ്രൊക്യൂർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ചട്ടങ്ങളോ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇല്ല എന്ന് പറയുമ്പം ഇതെല്ലാം നമ്മുടെ ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ സ്പീഡിനെയും ബാധിക്കും, നമ്മുടെ എഫിഷ്യൻസിയെ ബാധിക്കും, മൊത്തത്തിൽ നമ്മളുടെ ഫണ്ട് അബ്സോർപ്ഷൻ കപ്പാസിറ്റിയെയും ബാധിക്കും. അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ടാണ് ഈ കാണുന്ന പലതും. സാർ, ഇപ്പോൾ കേരളത്തിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അഴിമതി ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇത്ര ഭീകരമായിട്ട് അഴിമതിയുടെ ഒരു കൂമ്പാരോ ഒരു കൂനയാണെന്നുള്ളൊരു കാര്യം സാറ് പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു പേഴ്സണൽ ഒരു ചോദ്യം കൂടിയുണ്ട്. സാറ് സൈക്കാട്രിക് ഡ്രഗ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഈ ഞാൻ പറയുന്നത് ഈ അഴിമതി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും വലിയ നമ്മൾ വട്ടായി പോകുന്ന ലെവലിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതിനെക്കാട്ടിലും ഭയങ്കര അഴിമതിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കേരളം അത്ര മോശമൊന്നുമല്ല നമ്മൾ, പക്ഷേ മോശം ആണെങ്കിൽ അത് ആണെന്ന് പറയണം. നമ്മൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ എന്തെങ്കിലും ഒരു തെറ്റോ കുറവോ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഉടനെ നമ്മൾ സെൻസിറ്റീവ്, അയ്യോ ഇത് അവിടെ ഇങ്ങനെയാണ് മറ്റേ അടുത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം നമ്മൾ ശരിക്കും ചെറുതായി പോവാണ്. നമ്മൾ എപ്പോഴും മെച്ചപ്പെടാനാണ് ആഗ്രഹിക്കേണ്ടത്. കേരളം മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എവറി ഡേ യു ഷുഡ് കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. ഇന്നലത്തെ കേരളത്തെക്കാട്ടിലും മെച്ചമായിരിക്കണം ഇന്നത്തെ കേരളം, ഇന്നത്തെക്കാട്ടിലും മെച്ചമായിരിക്കണം നാളത്തെ കേരളം. അപ്പോൾ ഒരിക്കലും നമ്മൾ പിന്നിലോട്ട് പോകരുത്. ഒരു കാലത്ത് നമ്മൾ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പം നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 എല്ലാ അർത്ഥത്തിലും. അതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അത് ഇന്നും നമ്മൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പരിഹാസ്യമാവുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി 90s എത്തിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് അഭിമാനപ്പെടുന്നത്. അതെന്താ, നമുക്ക് ഈ മറ്റേ ടോം ആൻഡ് ജെറിയിൽ കാർട്ടൂണിൽ കാണില്ല, ഇങ്ങനെ ഓടിപ്പോയി മലയുടെ മേളിൽ ഇപ്പുറത്ത് വരും, കുറേ ദൂരം കുറേയും കൂടെ ഓടിക്കഴിയുമ്പോഴാണ് പെട്ടെന്ന് താഴെ ഒന്നുമില്ലേ എന്ന് ഒരു ബോധ്യം വരുന്നത് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഇത് 90കളിൽ 1990s കിട്ടിയ സാധനങ്ങൾ പെട്ടെന്ന് 2026 എത്തിയപ്പോൾ നമ്മൾ ഭയങ്കരന്മാരാണെന്ന് പെട്ടെന്നൊരു ഓർമ്മ വന്ന മാതിരിയാണ്. ദാറ്റ്സ് ആക്ച്വലി സാഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് വേറെ അഭിമാനിക്കാൻ പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് അച്ചീവ് ചെയ്ത ലിറ്ററസി, അന്ന് അച്ചീവ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതൊക്കെ എടുത്ത് നമ്മൾ ഇന്ന് വീമ്പ് പറയാമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഫിൻലാൻഡായിട്ടൊക്കെയാണ് അല്ലെ, നോർഡിക് രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് അവരെ പോലെയാണ് അവരുടെ കമ്പയറബിൾ ആയിട്ടുള്ള നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ട്, അത് ഇതൊക്കെ എഡ്യൂക്കേഷൻ ആ സ്റ്റൈലിൽ കൊണ്ടുവരണം. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള പോരായ്മകളെ പറ്റിയോ ഹെൽത്ത് സെക്ടറിലെ പോരായ്മകളെ പറ്റിയോ പറയുമ്പോൾ നമ്മൾ ഉടനെ നമ്മളെക്കാട്ടിലും പതിറ്റാണ്ടുകൾ പിന്നിൽ ബീമാരു സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് അവിടുന്ന് ഇപ്പോൾ പിച്ച വെച്ച് മെച്ചപ്പെട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന UP, ബീഹാർ, ഒറീസ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പിന്നെ അവിടെ ഇങ്ങനെയല്ലേ നമ്മൾ മെച്ചമല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആൻഡ് യു ഷുഡ് റിമെമ്പർ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് പണിയെടുക്കാനൊക്കെ വരുമായിരുന്നു, മാനുവൽ ലേബർ. ഇന്ന് ഒറീസയിൽ നിന്നോ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന പോലെ വരുമായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആരും കാണാനില്ല അവിടെ. തമിഴ്നാട് ഹാസ് പ്രോഗ്രസ് സോ മച്ച്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ അവർ അച്ചീവ് ചെയ്ത ഹെൽത്ത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെങ്കിലും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവിടുത്തെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അവിടെ തൊഴിൽ സാധ്യതകൾ എല്ലാം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാലത്ത് അവരെ കളിയാക്കുമായിരുന്നു. ഇന്ന് അവർ സൂമിങ് അഹെഡ്. നമ്മൾ ഈ പറഞ്ഞ കംപ്ലേസൻ്റ് ആയിട്ട് നമ്മൾ ഭയങ്കരന്മാരാണെന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ എവിടെ പോയി അവസാനിക്കും? നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ? അപ്പോൾ ഇവിടെ നിലവിലുള്ള അഴിമതിയും നിലവിലുള്ള ഇൻഎഫിഷ്യൻസീസും ഇൻകപ്പാസിറ്റി ഇതൊന്നും നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. നമുക്കിതെല്ലാം മാറ്റിയെങ്കിൽ ഇന്നത്തെ കേരളത്തിനെക്കാട്ടിലും മെച്ചപ്പെട്ട കേരളം നാളെ കിട്ടുള്ളൂ. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ കുഴപ്പമില്ലാത്തതുണ്ട്. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേസ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആണെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേസ് വളരെ ഗുരുതരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. കാരണം പണ്ട് നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഗവൺമെൻറ് എന്നും പറഞ്ഞ് ഭയങ്കര വേർതിരിവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സിനർജി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്.
അത് അഫോർഡബിൾ ആക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്കാണ് സത്യത്തിൽ നമ്മളിപ്പം ഹെൽത്തിൽ നോക്കേണ്ടത്. എഡ്യൂക്കേഷനിലാണെങ്കിൽ ക്വാളിറ്റി, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ നല്ല ഒരു നിലവാരമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലുള്ള ഒരു കോളേജിലും നമുക്ക് സീറ്റൊന്നും ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു. വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു, നല്ല കാലിബറുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു. ഇവിടെ നിന്നൊക്കെ PhD കിട്ടുക എന്നൊക്കെ വലിയ പാടായിരുന്നു. ഇന്നിപ്പോൾ PhDയുടെ നിലവാരവും പോയി. സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ 10-20 വർഷം പഴയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കാലഹരണപ്പെട്ട കോഴ്സുകൾ ഇവിടെ പഠിച്ചാലൊന്നും കിട്ടില്ല എന്ന് കുട്ടികൾക്കും തോന്നുന്നു. 85,000 സീറ്റുകളാണ് ഗ്രാജുവേഷൻ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. 85,000 ഗ്രാജുവേഷൻ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബുദ്ധി മതിയല്ലോ. പക്ഷേ അതല്ല, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഭയങ്കരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ സംതിങ് ഈസ് റോങ്. കാര്യമായിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഡെല്യൂഷനാണ്. അവിടെയാണ് ശരിക്കും സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യം വരുന്നത്. കാരണം ദേ നീഡ് ഹെൽപ്പ്, സീരിയസ്ലി ദേ നീഡ് ഹെൽപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നിലവിലുള്ള അഴിമതി കുഴപ്പമില്ല എന്നല്ല, എല്ലായിടത്തും ഉള്ള പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ വി കനോട്ട് ടോളറേറ്റ് ദാറ്റ്. കേരളം പോലുള്ളൊരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും പാടില്ലാത്ത ലെവൽ ഓഫ് കറപ്ഷൻ ഈ ചില സെക്ടറിൽ, എസ്പെഷ്യലി ഈ വൾണറബിൾ കമ്മ്യൂണിറ്റീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തുടരുന്നത് ഒരു കാരണവശാലും നമുക്കത് ആക്സെപ്റ്റബിൾ അല്ല. അവിടെയൊക്കെ സീറോ ടോളറൻസ് ആയിരിക്കണം. അതുപോലെ ഈ നമുക്ക് പോളിസി റിഫോംസ് നടത്തിയിട്ട് മുമ്പോട്ട് പോകേണ്ട മേഖലകളുണ്ട്. അവിടെയും വി നീഡ് ടു കീപ്പ് ഇംപ്രൂവിങ്. യു ഷുഡ് സ്ട്രൈവ് ഫോർ എക്സലൻസ്. അല്ലാതെ ഈ മടിയന്മാരെ പോലെ കംപ്ലേസൻ്റ് ആയിട്ട് എനിക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു സൊസൈറ്റി അല്ലായിരുന്നു മലയാളികൾ. നമ്മളങ്ങനെ ആവരുത്. നമ്മളിത് ആവുന്നത് മടിയന്മാരാകുമ്പോഴും ഈ പണിയെടുക്കാതെ എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ നോക്കൂലി ലൈൻ ഓഫ് തോട്ടാണത്. നോക്കൂലി ലൈൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇടാതെ നമ്മുടെ അധ്വാനം ഇല്ലാതെ കിട്ടുന്നത് പോരട്ടെ എന്ന് ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വാല്യൂ പ്രൊഡക്ഷൻ ഇല്ലാതെ, ഒരു ആന്ത്രപ്രണർഷിപ്പ് ഇല്ലാതെ ഒരു ബിസിനസ് നടത്തി ശരിക്കുള്ള ഒരു പ്രൊഡക്ഷനോ, ഇറ്റ് കുഡ് ബി പ്രൊഡക്ഷൻ ഓഫ് മേ ബി മാനുഫാക്ചറിങ് ആവണമെന്നില്ല, സോഫ്റ്റ്വെയർ ആവാം, സർവീസസ് ആവാം, എന്തെങ്കിലും ആവാം. പക്ഷേ വാല്യൂ ക്രിയേഷൻ വേണമല്ലോ. അതൊന്നും ഇല്ലാതെ വെറുതെ കച്ചവടം നടത്തട്ടെ, കച്ചവടം നടത്തിയിട്ട് അതിൻ്റെ കമ്മീഷൻ പറ്റി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോക്കൂലി. ആക്ച്വലി നിങ്ങൾ ചുമ്മാ നോക്കിയിരിക്കുകയാണ്, അതിനകത്ത് കമ്മീഷൻ എടുക്കുകയാണ്, ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ കുറേ വലിയ ഷോപ്പിംഗ് മോളല്ലല്ലോ. വലിയ ഷോപ്പിംഗ് മോളുകൾ പലയിടത്തും വരികയാണ്. അത് വികസനമല്ല, അത് ശരിക്കും ഒരു എയർ കണ്ടീഷൻഡ് ചന്തയാണ്. വെറും ഒരു എയർ കണ്ടീഷൻഡ് ചന്തയാണ് ഈ വലിയ മോളുകളൊക്കെ കാണുന്നത്. അവിടെ ഒരു വാല്യൂ ക്രിയേഷൻ നടക്കുന്നൊന്നുമില്ല. അവിടെ വേറെ ഏതോ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയാണ്. ആ ഉൽപ്പാദിപ്പിച്ച അവിടെയാണ് വാല്യൂ ക്രിയേഷൻ നടന്നിരിക്കുന്നത്. വാല്യൂ ക്രിയേഷൻ കേരളത്തിൽ നടക്കണം. എങ്കിലേ ഇവിടെ തൊഴിലുണ്ടാവുള്ളൂ, എങ്കിലേ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരുമാനം ഉണ്ടെങ്കിലല്ലേ ഇവിടെ നിൽക്കുള്ളൂ. അപ്പോൾ തൊഴിൽ വേണം, വരുമാന മാർഗം വേണം, ഒരു ഹെൽത്ത് സെക്യൂരിറ്റി ഉണ്ടാവണം, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള എത്രയോ സ്കോപ്പ് ഉണ്ട് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടുന്ന് പിള്ളേർ നാട് വിട്ടു പോകുന്നത്. പിള്ളേർ നാട് വിട്ടു പോകുന്നത് ഇവിടെ തിരിച്ച് വരാൻ ഉദ്ദേശമില്ലാതെ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്, വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു, അവിടുന്ന് പൈസയൊക്കെ തിരിച്ചയക്കും, പിന്നീട് തിരിച്ച് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്, അല്ലാതെ സ്ഥിരതാമസത്തിനല്ല. സോ തിരിച്ച് വരാൻ മനസ്സില്ലാതെ ആൾക്കാർ പലായനം ചെയ്യുമ്പോൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് എ പ്രോബ്ലം. അതൊരു ബാരോമീറ്റർ. എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ അങ്ങയുടെ വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്തിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അങ്ങയുടെ സമയം വേണം. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഡിസ്കസ് ചെയ്യണം. പേഴ്സണലി എനിക്കും വ്യക്തിപരമായിട്ട് വേണം, ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണം. അപ്പോൾ ഇനിയും സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു.